Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് നല്ല നാടൻ മീൻ പീര വറ്റിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. മീൻ പീര വെക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 കിലോ കൊഴുവയാണ് എടുത്തിട്ടുള്ളത്. കൊഴുവ അഥവാ നെത്തോലിക്ക് പകരമായിട്ട് ചെറിയ മത്തി കിട്ടുവാണെങ്കിൽ മത്തി ഉപയോഗിച്ചും നമുക്ക് പീര വറ്റിച്ചെടുക്കാം. മീൻ പീര തയ്യാറാക്കാനായിട്ട് പിന്നെ വേണ്ടത് ഒരു പച്ചമാങ്ങയാണ്. ഞാനിവിടെ പച്ചമാങ്ങ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ പുളിക്കനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി പച്ചമാങ്ങ ഇല്ലെങ്കിലും കുടംപുളി ചേർത്ത് നമുക്ക് ഇതുപോലെ മീൻ പീര വറ്റിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ പച്ചമാങ്ങയ്ക്ക് പകരമായിട്ട് 2 കുടംപുളി ചേർത്താലും മതിയാകും. പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവിൽ മാറ്റം വരുത്താം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും വേണം. മീൻ പീരയ്ക്ക് എപ്പോഴും ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ്, അതിനായിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. ഇനി മുളക് പൊടി താല്പര്യമില്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവിൽ മാറ്റം വരുത്തിയാലും മതി. പിന്നെ വേണ്ടത് ഒരു മുറി നല്ല പച്ച തേങ്ങയാണ്, അതായത് 1 കപ്പ് തേങ്ങ ചിരകിയത്. മീൻ പീര തയ്യാറാക്കാനായിട്ട് എപ്പോഴും നല്ല പച്ച തേങ്ങ വേണം എടുക്കാനായിട്ട്. കൂടെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഉപ്പും വേണം. അപ്പോൾ നമുക്ക് നെത്തോലി അഥവാ കൊഴുവ മീൻ പീര വറ്റിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മീൻ പീര തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. മൺചട്ടിയിലോട്ട് ആദ്യം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. മീൻ പീരയുടെ എല്ലാ സ്വാദും ഈ അരപ്പിലാണ്, അതുകൊണ്ട് തന്നെ തേങ്ങ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, ഒട്ടും കുറയരുത്. ഇതിലോട്ടിനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലോട്ടിനി നമ്മൾ അരിഞ്ഞു വച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും പച്ചമാങ്ങയും ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി എടുക്കണം. ഇപ്പം എല്ലാവരും അരപ്പൊക്കെ മിക്സിയിലിട്ടൊന്ന് ചതച്ചിട്ടൊക്കെയാണ് ചേർക്കാറ്. പക്ഷെ ഇതുപോലെ കൈകൊണ്ട് ഞെരടി തയ്യാറാക്കുമ്പോൾ കിട്ടുന്നൊരു സ്വാദ് അതൊന്ന് വേറെ തന്നെയാണ്. ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഈ സമയത്ത് അരപ്പിലെ എരിവും ഉപ്പും ഒക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. മീനിലോട്ട് എരിവും ഉപ്പുമൊക്കെ പിടിക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ അരപ്പിൽ ഈ സമയത്ത് അത്യാവശ്യം ഉപ്പും എരിവൊക്കെ മുന്നോട്ട് നിൽക്കണം. അരപ്പെല്ലാം കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മീൻ ചേർക്കാം. ഇനി മീൻ ഉടഞ്ഞു പോവാതെ മീനും അരപ്പും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതിലോട്ടിനി ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം ഒട്ടും കൂടി പോവരുത്. തേങ്ങയിൽ നിന്നും മീനിൽ നിന്നും വെള്ളം ഇറങ്ങും, അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ വെള്ളം വറ്റിച്ചെടുക്കേണ്ടി വരും, അപ്പോൾ പിന്നെ മീനൊക്കെ വെന്തുടഞ്ഞും പോവും. ഇതിലോട്ടിനി വെളിച്ചെണ്ണ ചുറ്റിച്ചു കൊടുക്കാം. നാടൻ കറികൾ തയ്യാറാക്കുമ്പോൾ, പ്രത്യേകിച്ച് മീൻ പീര പോലെയുള്ള കറികൾ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. മീനൊന്നും ഉടഞ്ഞു പോവാതെ പയ്യെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ, നമ്മുടെ നാടൻ നെത്തോലി പീര വറ്റിച്ചത് ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ടിനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ തനിനാടൻ രുചിയിൽ നെത്തോലി അഥവാ കൊഴുവ പീര വറ്റിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും, മാത്രമല്ല അസാധ്യമായ ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ലോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.